And first of all, I thank all of you from the deepest place in my heart for bringing me here today and for making me your member of parliament. ആദ്യമായിട്ട് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഇന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്നതിനും നിങ്ങളുടെ ജനപ്രതിനിധിയായി ഇന്ത്യൻ പാർലമെന്റിലെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്തതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. As you know, and I said in my very first speech here, it has been 35 years since I have been campaigning for elections. This is the first election I stood for my own election. ഞാൻ നിങ്ങളോട് ഇവിടെ വന്ന് പ്രചരണം തുടങ്ങിയ ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ 35 വർഷങ്ങളായി ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പാണ് ആദ്യമായി ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പാണ്. In these 35 years, I must have met millions of people in these campaigns, interacted with many crowds. ഈ 35 വർഷങ്ങളിൽ ഈ പ്രചരണങ്ങൾ നടത്തുമ്പോൾ ഒരുപാട് ജനക്കൂട്ടങ്ങളുമായി ഇടപഴകുകയും ലക്ഷക്കണക്കിന് ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. But I just want to say to you that I remember each one of you who has waited for me here in Wayanad. I remember each one of your faces. I remember each child, every mother, every sister, every brother, everyone who has come to greet me. Everyone who has waited for me on the side of the streets, outside their houses, brought me a flower, given me a hug, given me a kiss. I remember each one of you. പക്ഷെ ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, ഈ പ്രചരണത്തിൽ ഇവിടെ കണ്ടുമുട്ടിയ വയനാട്ടിലെ നിങ്ങൾ ഓരോരുത്തരെയും, ഓരോ കുഞ്ഞിനെയും, ഓരോ അമ്മയെയും, ഓരോ മകനെയും, ഓരോ സഹോദരനെയും, ഓരോ സഹോദരിയെയും, വീടിന് പുറത്തെന്നെ കാത്തുനിന്നവരെയും, എനിക്കുമായി പൂക്കൾ കൊണ്ട് കാത്തുനിന്നവരെയും, എന്നെ കെട്ടിപ്പിടിച്ചവരെയും, എന്നെ കുമ്മ തന്നവരെയും ഓരോ മുഖവും ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And truly from my heart I thank each one of you for what you have given me. യഥാർത്ഥത്തിൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങൾ എനിക്ക് എന്ത് നൽകിയോ അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. And the value of what you have given me lies in your love and in your trust. നിങ്ങൾ എനിക്ക് എന്താണോ നൽകിയത് അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത്, ആ മൂല്യം നിലനിൽക്കുന്നത് നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിലും വിശ്വാസത്തിലുമാണ്. I am in parliament for you. ഞാൻ ഇന്ത്യൻ പാർലമെന്റിലുള്ളത് നിങ്ങൾക്ക് വേണ്ടിയാണ്, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. It is your voice that I will raise. It is your problems that I will try to resolve. It is your beliefs, your values, your hopes and your aspirations that I will stand for each and every day from now until the end. ഇന്ത്യൻ പാർലമെന്റിൽ ഇന്നു മുതൽ അവസാനം വരെയുള്ള എല്ലാ ദിവസവും ഞാൻ ഉയർത്തുന്നത് നിങ്ങളുടെ ശബ്ദമായിരിക്കും, നിങ്ങളുടെ ആവശ്യങ്ങളായിരിക്കും, നിങ്ങളുടെ അഭിലാഷങ്ങളായിരിക്കും, നിങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കും, നിങ്ങളുടെ ചിന്തകളായിരിക്കും. എല്ലാ ദിവസവും ഞാൻ ഇന്ത്യൻ പാർലമെന്റിൽ ഉയർത്താൻ പോകും.